സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So, last class we were discussing about some of the properties of acids and bases. So, today we are going to discuss how the acids and bases react together. How this acid and bases are reacting together, so that we are doing a simple activity. I think this activity you have done in your laboratory also. അപ്പോൾ എന്താണ് ആക്ടിവിറ്റി എന്നുള്ളത് അല്ലേ? നമ്മളൊരു ബീക്കർ എടുക്കുകയാണേ. ആ ബീക്കറിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ബീക്കറിൽ ഞാൻ കുറച്ച് NaOH എന്താ നിങ്ങൾക്ക് അറിയാലോ, ഇറ്റ്സ് എ ബേസ്. എന്താണ്? ഇറ്റ്സ് എ ബേസ് അല്ലേ? സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തു. അതിൽ ഞാൻ ഫീനോഫ്തലിൻ ഒഴിക്കുകയാണ്. എന്താണ് ഫീനോഫ്തലിൻ? നിങ്ങൾക്ക് ഇപ്പോൾ അറിയാലോ ഫീനോഫ്താലിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇറ്റ്സ് ആൻ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ അല്ലേ? അപ്പം പഠിച്ചൊന്ന് റീകോൾ ചെയ്തു. ഫിനോഫ്തലിൻ ബേസിൽ ഒഴിച്ച വാട്ട് കളർ? ഫിനോഫ്തലിൻ എന്ന് പറഞ്ഞൊരു കളർലെസ് ആയിട്ടുള്ള ഒരു റിയേജൻ്റ് ആണ്. ബോട്ടിൽ കളർലെസ് ആയിട്ടൊക്കെയാണ്. ബട്ട് വെൻ ഇറ്റ് ഈസ് ആഡഡ് ടു എ ബേസ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു എ പിങ്ക് കളർ. അതിന് എന്ത് കളർ? ഒരു പിങ്ക് കളർ വരും. അപ്പം ഞാൻ ഈ ഫിനോഫ്തലിൽ ആഡ് ചെയ്തു. അതിൽ എന്താ വന്നത്? ഒരു പിങ്ക് കളർ വന്നു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ബൈ ഡ്രോപ്പ് ഞാൻ ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യാണ്? ആസിഡ് ആഡ് ചെയ്യാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഞാനിങ്ങനെ ഡ്രോപ്പ്. ഇതിന് പിങ്ക് കളർ ഉണ്ട്. ഇത് നല്ല രസമായി എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ഒറ്റിക്കുമ്പോൾ ആ ഡ്രോപ്പ് വീഴുന്നിടത്ത് നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു വൈറ്റ് കളർ. അപ്പോൾ തന്നെ ആ കളർ ഡിസപ്പിയർ ആവും. വൈറ്റ്, അതായത് ആസിഡ് വൈറ്റ് കളറിലാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മളത് ഒഴിക്കും. അപ്പോൾ ഇതിങ്ങനെ ഓരോരോ ഡ്രോപ്പാണ് നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് ഈ സ്റ്റേജസ് റീച്ച്ഡ്. എപ്പം? ഇതിലെ കംപ്ലീറ്റ് ആ പിങ്ക് കളർ അങ്ങ് പോയിട്ട് കളർലെസ് ആയിട്ടുള്ള നല്ല വൈറ്റ് കളർ സൊല്യൂഷൻ. നമ്മൾ ഈ കളർലെസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വൈറ്റ് കളർ അല്ലേ? കളർലെസ് ആയിട്ടുള്ള കളർ വരും. അതെന്തുകൊണ്ടായിരിക്കും? അതായത് ഞാൻ ആദ്യം സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തു. നമുക്കറിയാം സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു വൈറ്റ് കളർ, അത് ശരിക്കും ഒരു വൈറ്റ് കളർ ലിക്വിഡുമായി തന്നെ ഉണ്ടാവും. അതിൽ ഞാൻ ഫിനോഫ്തൽ വെച്ചപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് കളർ കിട്ടി. നൗ ഐ ആം ആഡിങ് ആസിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ടു ദിസ്. അപ്പോൾ ആ പിങ്ക് കളറിൻ്റെ ഷെയ്ഡ് കുറയുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഫൈനലി സ്റ്റേജസ് റീച്ച് വെൻ ദ കളർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് പോയി? ആ കളർ അങ്ങ് പോയി. ഇനി അതേ ബീക്കർ ഞാൻ എടുക്കുകയാണ്. അതേ ബീക്കർ ഞാൻ എടുത്തു. എന്നിട്ട് ഇപ്പം ഞാൻ ആസിഡ് ഒഴിച്ച് ബീക്കറായിരുന്നല്ലോ. ഇനി ഞാൻ സെയിം ബീക്കർ NaOHും ഫിനോഫ്തലിനും ആദ്യം എടുത്ത ബീക്കറിൽ ഇപ്പം എന്തായി? എനിക്ക് കളർലെസ് സൊല്യൂഷൻ കിട്ടി. ഇനി ഞാൻ അതിലേക്ക് എന്ത് ചെയ്യുന്നറിയോ? കുറച്ച് NaOH ആഡ് ചെയ്യും. കുറച്ച് NaOH ആഡ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ആ NaOH വീഴുന്ന സമയത്ത് എനിക്ക് കാണാം ആ വൈറ്റ് കളർ സൊല്യൂഷൻ അത് പിങ്ക് ആവും. പിന്നെ ഞാൻ ഒഴിക്കും. അങ്ങനെ സ്റ്റേജസ് റീച്ച് വെൻ എഗെയിൻ ദ കളർ ആ ആദ്യം ഉണ്ടായി ആ പിങ്ക് കളർ, ആ പേർപ്പിൾ കളർ റീഗെയിൻ ചെയ്യുന്നു. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? എന്താണ് അവിടെ നടക്കുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. എന്താ ഫസ്റ്റ് നടക്കുന്നത് വെച്ചാൽ, NaOHും ഫിനോഫ്തലിനാകുമ്പോൾ ഇവിടെ ബേസ് ആയിരുന്നു ആദ്യം ഉണ്ടായത്. ഞാൻ ഈ ബേസിലേക്ക് ഇങ്ങനെ ആസിഡ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആസിഡും ബേസും റിയാക്ട് ചെയ്യും. പിന്നെയും ആസിഡും ബേസും റിയാക്ട് ചെയ്തു. പിന്നെയും അപ്പം ഞാൻ ഒഴിക്കുന്ന ഓരോ ആസിഡും ഈ ബേസായിട്ട് റിയാക്ട് ചെയ്യും. ആൻഡ് സ്റ്റേജസ് റീച്ച് വെൻ ഈ ബോട്ടിലുള്ള കംപ്ലീറ്റ് ബേസും ആസിഡായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? കംപ്ലീറ്റ് ബേസും ആസിഡായിട്ട് റിയാക്ട് ചെയ്തു. ഇനി ഞാൻ ഒഴിക്കുന്ന ഓരോ എക്സ്ട്രാ ഡ്രോപ്പ് ആസിഡും എന്തായിട്ടാണ് നിൽക്കുന്നത്? ആ ലിക്വിഡിൽ ആസിഡായിട്ടാണ് വരുന്നത്. കാരണം അതിൽ ബേസ് ഇല്ല റിയാക്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് അത് എന്തായി പോകുന്നത്? കളർലെസ്. ആ പിങ്ക് കളറായിട്ടുള്ളത് കളർലെസ് ആയി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൽ എന്താണ്? NaOHന് പകരം NaOH ഉണ്ടായത് അത് കംപ്ലീറ്റ് ആസിഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബേസും ആസിഡും കൂടെ റിയാക്ട് ചെയ്തത് സോൾട്ടും വാട്ടറും ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് സ്റ്റേജസ് റീച്ച് വെൻ കംപ്ലീറ്റ് ആസിഡ് റിയാക്ട് വിത്ത് ദ ബേസ്. അതിലുള്ള കംപ്ലീറ്റ് ബേസ് ആസിഡായിട്ട് റിയാക്ട് ചെയ്ത് പിന്നെ ഞാൻ ഒഴിക്കുന്ന ഓരോ ആസിഡും എന്താണ്? അതിൽ വരുന്നത് ആസിഡായിട്ടാണ്. കാരണം അതിൽ ബേസ് ഇല്ല. ബേസ് കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറായി പോയി. ഇനി ഞാൻ എന്താ ചെയ്തത്? അതേ ലിക്വിഡ് എടുത്തിട്ട് ഞാൻ ഇപ്പം അതിൽ ആസിഡാണല്ലോ ഉള്ളത് അല്ലേ? ഇപ്പം കാരണം ബേസ് റിയാക്ട്. ഇനി ഞാൻ അതിലേക്ക് NaOH ഒഴിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഇതിലുണ്ടായിരുന്ന ആസിഡ് നമ്മൾ ഒഴിക്കുന്ന ബേസുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്ത് സ്റ്റേജസ് റീച്ച് വെൻ കംപ്ലീറ്റ് ആസിഡ് ഇൻ ദാറ്റ് സൊല്യൂഷൻ ജസ്റ്റ് കംപ്ലീറ്റഡ് റിയാക്ഷൻ വിത്ത് NaOH. അപ്പോൾ ഇനി ഒഴിക്കുന്ന NaOH കംപ്ലീറ്റ് എന്തായിരിക്കും? എക്സ്ട്രാ ആയിട്ട് അതിൽ നിൽക്കും. അപ്പോഴാണ് ഫിനോഫ്തലിന് അവിടെ ഒന്നും ചെയ്യില്ല. ഇറ്റ്സ് ഓൺലി ആൻ ഇൻഡിക്കേറ്റർ. അപ്പോൾ അതെന്ത് ചെയ്യും? അത് വീണ്ടും ബേസിക്കായി സൊല്യൂഷൻ ബേസിക്കായപ്പോൾ എന്തായി? പിങ്ക് കളർ ജനറേറ്റ് ചെയ്തു. സോ വാട്ട് ഈസ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ്? An acid
react with a base to produce a salt and water. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയും, ഇവിടെ ന്യൂട്രലൈസ് ചെയ്യുക അല്ലേ, ആസിഡിൻ്റെ പവറിന് അല്ലെങ്കിൽ ബേസിൻ്റെ പവർ ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാണ്. ഇപ്പം ആസിഡ് ആണെങ്കിൽ ആസിഡിൻ്റെ പവർ ബേസ് ന്യൂട്രലൈസ്. സോ വി ക്യാൻ സേ ദാറ്റ് an acid and a base when react together, there happens a neutralization reaction. Neutral ആയി പോവുക, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്തിട്ട് they are getting neutralized. So this is also known as, or the acid base reaction is also known as neutralization reaction. That is, an acid react with a base to produce salt and water, and this reaction is known as neutralization reaction. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ത് റിയാക്ഷനാണ് നോക്കാം. NaOH plus HCl gives NaCl plus H2O. ബാലൻസ്ഡ് ആണ് ഇക്വേഷൻ നോക്കൂ. 1Na 1Na 1O 1O, രണ്ട് ഹൈഡ്രോജൻ 1 chlorine and 1 chlorine. So what is acid and what is happening when an acid react with a base? Acid and a base react together to produce salt and water, and this reaction is called as neutralization reaction. Clear? Comes the reaction of metallic oxide with acid. Metallic oxide എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സൈഡ് ഓഫ് മെറ്റലിൻ്റെ ഓക്സൈഡ് അല്ലേ, അതായത് കോപ്പർ ഓക്സൈഡ് ഉണ്ട്, കോപ്പർ ഓക്സൈഡ് ഇതൊക്കെ എന്താ, മെറ്റൽ. കോപ്പർ എന്താണ്, മെറ്റലാണ്. കോപ്പർ ഓക്സൈഡ്, ദെൻ മെഗ്നീഷ്യം ഓക്സൈഡ്, ഇതൊക്കെ എന്താ, മെറ്റാലിക് ഓക്സൈഡ്സാണ് അല്ലേ. മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ട്, പിന്നെ നമ്മളെ സോഡിയം ഓക്സൈഡ്. ദീസ് ഓൾ കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് മെറ്റാലിക് ഓക്സൈഡ്സ്. അപ്പം മെറ്റാലിക് ഓക്സൈഡ്സ് ഉണ്ട്, നോൺ മെറ്റാലിക് ഓക്സൈഡ് ഉണ്ട്. അതായത് മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് മെറ്റാലിക് ഓക്സൈഡ്. അപ്പോൾ നമുക്കറിയുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ആർ ടേക്കിംഗ് എ സ്മോൾ എമൗണ്ട് ഓഫ് കോപ്പർ ഓക്സൈഡ്. കോപ്പർ ഓക്സൈഡിനെ നമ്മളൊരു ബീക്കറിൽ എടുക്കുകയാണ്. എന്താ എടുക്കുന്നത്, കോപ്പർ ഓക്സൈഡിനെ. കോപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത്, ഈ കോപ്പർ ഓക്സൈഡ് ശരിക്കും ബ്ലാക്ക് ഇൻ കളറാണ്. ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ആളാണ് ഈ കോപ്പർ ഓക്സൈഡ്. ഇതിലേക്ക് നമ്മളിങ്ങനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുകയാണ്. ആരെ ഒഴിക്കുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുകയാണ്. സോ ആഫ്റ്റർ സം ടൈം വി ക്യാൻ സീ ദ സൊല്യൂഷൻ ഹസ് ചേഞ്ച്. ബ്ലാക്ക് കളർ ആയിട്ടുള്ളത് ഒരു ഗ്രീൻ കളേർഡ് സൊല്യൂഷൻ ഇസ് ഫോമിങ്. എന്താ പറയുന്നത്, ഒരു ഗ്രീൻ കളർ സൊല്യൂഷൻ ഇസ് ഫോമിങ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇങ്ങനെയൊക്കെ ചേഞ്ച് വരുമ്പോൾ അവിടെ എന്തോ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. സം കെമിക്കൽ റിയാക്ഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ദെയർ. സോ വാട്ട് ഇസ് ദാറ്റ്? സോ വി ആർ ജസ്റ്റ് ഗോയിങ് ഇൻസൈഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ. So copper oxide, which is black in color, react with hydrochloric acid to produce copper chloride. What they are forming? They are forming copper chloride. And this copper chloride is brown in color, which is brown in color, but will absorbs water. എവിടെ നിന്ന് വെള്ളം കിട്ടുന്നതൊക്കെ നമ്മൾ പറയും, ഇറ്റ് അബ്സോർബ്സ് ദി വാട്ടർ ആൻഡ് ഇറ്റ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു എ ഗ്രീൻ കളർ സൊല്യൂഷൻ. എന്തായിട്ട് മാറുകയാണ്, ഒരു ഗ്രീൻ കളർ സൊല്യൂഷൻ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ മെറ്റാലിക് ഓക്സൈഡ് റിയാക്ട് വിത്ത് ആസിഡ് ടു പ്രൊഡ്യൂസ് സോൾട്ട് ആൻഡ് വാട്ടർ. മനസ്സിലായോ? നമ്മൾ ആസിഡ് ബേസ് പോലെ തന്നെ മെറ്റാലിക് ഓക്സൈഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ട് ആൻഡ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞുതരാം. Copper oxide is metallic oxide which react with hydrochloric acid to produce copper chloride and water. എന്താണ്, കോപ്പർ ക്ലോറൈഡ് ആൻഡ് വാട്ടർ. ഈ കോപ്പർ ക്ലോറൈഡ് വെള്ളം അബ്സോർബ് ചെയ്യുമ്പോഴാണ് അത് ഗ്രീൻ കളർ സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ എവിടുന്ന വെള്ളം വന്നതെന്നുള്ളത്. സോ ഹിയർ ദ മെറ്റാലിക് ഓക്സൈഡ് ജസ്റ്റ് ലൈക്ക് ആൻ ബേസ്. അപ്പം ഇവർക്ക് ഈ മെറ്റാലിക് ഓക്സൈഡ്സിൻ്റെ നേച്ചർ എന്താ, ദേ ആർ ബേസിക് ഇൻ നേച്ചർ. ദ സെയിം ക്വസ്റ്റ്യൻ വിൽ ബി ആസ്ക്ഡ് ലൈക്ക് ദിസ്. മെറ്റാലിക് ഓക്സൈഡ്സ് ആർ acidic or basic? Explain by giving an example. Simple അല്ലേ? മെറ്റാലിക് ഓക്സൈഡ് ആർ എസിഡിക് ഓർ ബേസിക് ഇൻ നേച്ചർ. എക്സ്പ്ലെയിൻ ഇറ്റ് ബൈ ഗിവിങ് എൻ എക്സാമ്പിൾ. അടുത്തൊരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെ ആലോചിക്കാൻ എളുപ്പം എന്നുള്ളത്. So we can say that metallic oxides are basic in nature. Metallic oxide react with acid to produce salt and water. For example, we are taking copper oxide in a beaker. Copper oxide is black in color. When we add hydrochloric acid to this, we can see that the color of the solution changes into green color. Here, the copper oxide, which is a metallic oxide, react with an acid to produce copper chloride and water. And the reason is that the copper chloride
which is dissolved in water or which absorbs the water and it get converted into a green color solution. Clear ആവുന്നുണ്ടോ? ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇനി ഇതേ എക്സാമ്പിൾ തന്നെ നമ്മൾ നോൺ മെറ്റാലിക് ഓക്സൈഡ് വെച്ച് പറയാം. നോൺ മെറ്റാലിക് ഓക്സൈഡ് നമ്മൾ അസലായിട്ട് പഠിച്ചിട്ടുണ്ട്. റിയാക്ഷൻ ഓഫ് നോൺ മെറ്റാലിക് ഓക്സൈഡ് വിത്ത്. അപ്പം നമ്മൾ മെറ്റാലിക് ഓക്സൈഡ് എങ്ങനെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു പറഞ്ഞു. ഇനി നോൺ മെറ്റാലിക് ഓക്സൈഡ് എങ്ങനെ ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നോക്കുന്നത്. ഈ സെയിം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതറിയോ, നമ്മളൊരു ആക്ടിവിറ്റിയിൽ ചെയ്തിട്ടില്ലേ, കാർബൺ ഡയോക്സൈഡ് വെൻ പാസ് ത്രൂ ലൈം വാട്ടർ ഓർമ്മയുണ്ടല്ലോ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഓർമ്മയുണ്ടോ? അതായത് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, കാർബൺ ഡയോക്സൈഡ്, അതായത് മറ്റേ കാർബണേറ്റ്സും ഹൈഡ്രോജൻ കാർബണേറ്റ്സിലും റിയാക്ഷൻ ചെയ്തപ്പോൾ നമുക്ക് കാർബൺ ഡയോക്സൈഡ് കിട്ടി. ആ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് വി വർ പാസിങ് ത്രൂ ലൈം വാട്ടർ ഓർമ്മയുണ്ടാവും. അപ്പം ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ബേസ് ആണ് അല്ലേ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് കാർബൺ, ഇറ്റ്സ് എ നോൺ മെറ്റൽ. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എ നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ്. സോ നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ്. ഇത് നമ്മൾ ബേസ്, അതായത് ബേസായ കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം വി വേ ഗെറ്റിംഗ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് വാട്ടർ. എന്തായിരുന്നു കിട്ടിയത്? കാൽഷ്യം കാർബണേറ്റ് ആൻഡ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ non-metallic oxide react with base to produce salt and water. എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സോൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോൺ മെറ്റാലിക്. സോ ഇവിടെ നോൺ മെറ്റാലിക് ഓക്സൈഡ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ലൈക്ക് ആൻ ആസിഡ്. ബേസുമായിട്ട് നോൺ മെറ്റാലിക് ആസിഡ് എന്താ ചെയ്യുന്നത്? ലൈക്ക് ആൻ ആസിഡ്. സോ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ, നമുക്ക് എന്ത് പറയാം? ദേ ആർ ആസിഡിക് ഇൻ നേച്ചർ. എന്താണ്? ആസിഡിക് ഇൻ നേച്ചർ. അപ്പം മെറ്റാലിക് ഓക്സൈഡ്സ് എന്താണ്? മെറ്റാലിക് ഓക്സൈഡ്സ് ആ ബേസിക് ഇൻ നേച്ചർ. ഇനി ഇത് പഠിക്കാൻ ഞാനൊരു കോഡ് പറഞ്ഞുതരാം കേട്ടോ. നോ ടു ആസിഡ്. നമുക്ക് ആസിഡ് വേണ്ട. നോ ടു ആസിഡ്. അപ്പം നോ, നോൺ മെറ്റാലിക്. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക്. ഇനി നിങ്ങൾ തെറ്റിക്കില്ലല്ലോ, ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. വിച്ച് ഇസ് എൻ അസിഡിക്, വെദർ നോൺ മെറ്റാലിക് ഓക്സൈഡ് ഇസ് എൻ അസിഡിക് ഓർ ബേസിക് ഇൻ നേച്ചർ, എക്സ്പ്ലെയിൻ. അപ്പം നിങ്ങൾ ഇത്ര ആലോചിച്ചു. നോ ടു ആസിഡ്, ആസിഡ് വേണ്ട. നോ ടു ആസിഡ്. Non-metallic oxides are acidic in nature. Metallic oxides are basic in nature. Explain with an example എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. മെറ്റാലിക് ഓക്സൈഡ് അപ്പം തന്നെ അലയ്ക്കുക. കോപ്പർ oxide react with hydrochloric acid to produce copper chloride and water. This is a reaction like an acid react with a base, and non-metallic acid react with a base like calcium hydroxide to produce calcium carbonate and water. It's like just a neutralization reaction of an acid and a base. So we can say that non-metallic oxides are acidic in nature and the metallic oxides are basic in nature. Very simple അല്ലേ? ഇനി ഇത്രയും പഠിച്ചാൽ മതി. കാരണം ഇന്ന് രണ്ട് റിയാക്ഷൻസ് കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു പറഞ്ഞാൽ? റിയാക്ഷൻ ഓഫ് an acid and a base, that is neutralization reaction. What is neutralization reaction? The reaction between an acid and a base to produce water and salt is known as neutralization reaction. Any acid NaOH plus HCl gives NaCl plus H2O. Then comes the reaction of metallic and non-metallic oxide with acid and a base. Clear ആണല്ലോ? വെരി സിമ്പിൾ. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യം കമൻസിൽ ഇട്ടോളൂ. ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.